നമസ്കാരം. ഡി ഫോർമൻ ഫിലിം ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ അനശ്വര നടൻ ജയനെക്കുറിച്ചുള്ള ജയൻ സ്മരണ എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് ജയൻ സ്മരണയിൽ അനശ്വര നടൻ ജയൻ്റെ ബന്ധു കൂടിയായ ശ്രീ ബാലൻ ചേട്ടനാണ് ഇന്ന് നമ്മോടൊപ്പം. നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് ബാലൻപിള്ള. ഓലയിൽ ബാലൻപിള്ള എന്ന് പറഞ്ഞാൽ അറിയപ്പെടും. കാരണം ഞാൻ ഓലയിൽ നിന്ന് താമസം മാറി ഇപ്പോൾ കുപ്പണയിലാണ് താമസം. ഞാനും ജയനുമായിട്ട് ഞങ്ങൾ ചേട്ടത്തിനത്തി മക്കളാണ്. എൻ്റെ കുഞ്ഞമ്മയുടെ മോനാണ് ജയൻ. ജയന് വേറൊരു സഹോദരനും ഉണ്ടായിരുന്നു. സഹോദരനിപ്പം 3 മക്കളുണ്ട്. അത്രയും ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ കുടുംബപരമായിട്ടുള്ളത്. പിന്നെ 65-64 മുതലാണ് ഞാനുമായിട്ടുള്ള ഏറ്റവും കൂടുതൽ അടുപ്പമൊക്കെ വരുന്നത്. അന്ന് ഈ എയർപോർട്ടിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്ക് പിന്നെ വീട്ടിൽ കൂടുതൽ ആളുകൾ സന്ദർശനത്തിന് വരികയും അവർക്ക് ഉള്ള ചായ കൊടുക്കുന്ന കൊച്ച് ബാലസെറ്റിലുള്ള ബക്കീരിയാണ് ഞാൻ. അന്ന് പോലെ ഞാൻ ആ വീട്ടിലെ ഒരാൾ അങ്ങോട്ട് അങ്ങനെ കഴിഞ്ഞ് പോവുക. കാരണം പിന്നെ ജയൻ്റെ പേര് ബേബി എന്നും കൂടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ബേവിണ്ണം വന്ന് പറയുമ്പോൾ ആളുകൾ കൂടുകയും ചെയ്യും. പിന്നെ ഈ ആളുകൾ എന്തെങ്കിലും വരികയും പോവുകയൊക്കെ ചെയ്യുമ്പം എന്തെങ്കിലും സാധാരണക്കാർക്ക് അന്നത്തെ സമയത്ത് 2-3 രൂപ 5 രൂപ വലിയ സംഭാവന 10 രൂപ. അത് അന്ന് വലിയ സംഭാവനയാണ്. ഇന്നത്തെ 1000 രൂപയുടെ ഒരു വലിപ്പം വരും അന്നത്തെ 10 രൂപയായി. അപ്പോൾ അങ്ങനെയൊക്കെ ആളുകൾ വരികയും ചെയ്യും, വാങ്ങിച്ചുകൊണ്ട് പൊയ്ക്കൊണ്ടേയിരിക്കും. ഇന്ന് അവർ സന്തതി പരമ്പരകളാണ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ തൊട്ട് മുമ്പിൽ കാണുന്ന പിന്നെ സ്തൂപം പണി വെച്ചിരിക്കുന്നത് ജയൻ്റേതായിട്ടുള്ള ഒന്നത്. പിന്നെ എൻ്റെ മരണമെന്ന് പറയുന്നത് ആകസ്മികമായിട്ടുണ്ടായതല്ലേ. അത് പൊതുവേ ഞങ്ങളെല്ലാവരും ഞാൻ കുടുംബത്തോടെ വളർത്തിക്കളഞ്ഞു മൊത്തത്തിൽ. എൻ്റെ അമ്മയൊക്കെ ആണെങ്കിൽ അവസാനം വരെ പിന്നെ എണീറ്റിട്ടേ ഇല്ല. എണീക്കും, വലിയ ഇതൊന്നും ഇല്ലെന്നേ ഉള്ളൂ. പക്ഷേ പ്രസരിപ്പോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇന്ന് ഞങ്ങളതിൻ്റെ സത്യാവസ്ഥ എങ്ങനെയായിട്ട് ഉണ്ടായതെന്ന് അറിയണമെന്ന് താല്പര്യം ഞങ്ങൾക്കുണ്ട്. ഇന്ന് ദിക്സാക്ഷിയായിട്ട് ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു വ്യക്തി ഉള്ളെന്ന് ഞങ്ങൾക്കറിയാം. അദ്ദേഹം ഇന്നും തുറന്നിട്ടില്ല. സിനിമയിലെ ഏറ്റവും വലിയ സീനിയർ നടനാണ് അദ്ദേഹം. പക്ഷേ ഇന്നും അദ്ദേഹം തുറന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേര് ഞാനായിട്ട് പറഞ്ഞ് ഒരു പുതിയ വിവാദം സൃഷ്ടിക്കുന്നുമില്ല. ജയനെ കൊന്നാണെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. പിന്നെ ആ പൈലറ്റ്, ഹെലികോപ്റ്ററിൻ്റെ പൈലറ്റ് അതേപോലെ തന്നെ ആ ഹെലികോപ്റ്റർ അപകടത്തിലാണ് മരിച്ചത്. പിന്നെ അതിന് കൂട്ടുവന്ന ആളുകൾ പലരും മരിച്ചത് ദാരുണമായിട്ടുള്ള മരണമാണ്. അത് ഞങ്ങൾക്കറിയാം. പിന്നെ ഞങ്ങളുടെ നാട്ടിനെ പറ്റി പറഞ്ഞാൽ നാട്ടിൻ്റെ തീരാ നഷ്ടം. അത് ഭയങ്കര ഒരു പറഞ്ഞ് അറിയിക്കാൻ പറ്റാതെ ഒരു വിവരണാതീതമായ ഒരു നഷ്ടം ആ നാട്ടിന് സംഭവിച്ചു, കൊല്ലത്തിന് സംഭവിച്ചു. ഒരുപാട് പേരുടെ ജീവിത ഉപാധിയാണ് നഷ്ടപ്പെട്ടത്. പിന്നെ അതുപോലെ ആളുകൾ സഹായിക്കാനുള്ള മനസ്ഥിതി, പിന്നെ ആളുകൾക്ക് പ്രതീക്ഷിക്കാനും ഓടി വന്ന് അടുത്ത് നിന്ന് കാണാനും കേൾക്കാനുമുള്ള ബന്ധം, ആ സൗഹൃദം, ഒരു വളരെയധികം സഹോദര സ്നേഹത്തോടെ ഏത് കാര്യവും ആരെയും സമീപിക്കുന്ന ഒരു സ്വഭാവമൊന്നും ആർക്കും മറക്കാൻ പറ്റത്തില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ മരണം ഞങ്ങൾ സഹിച്ചു, അത്രയേ ഉള്ളൂ. മുളങ്കാട് ശ്മശാനത്തിലാണ് കൊണ്ട് ദഹിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ ചാരം പോലും കിട്ടിയില്ല. അസ്ഥി എടുക്കാൻ ചെന്നിട്ട് ഒരു കൂടി ചാരം എടുക്കാൻ ചെന്നിട്ട് ചാരത്തിന് പോലും അവിടെ ഇല്ല. അത്രത്തോളം ആൾ അത് കൈവശപ്പെടുത്തി കൊണ്ടുപോയി. എല്ലാം കത്തി അണഞ്ഞു വന്നപ്പോഴത്തേക്കും അത് അത്രയൊക്കെ തന്നെ. പിന്നെ അതിന് ശേഷമുള്ളതൊക്കെ ഈ 42 വർഷമായപ്പോഴും ഇപ്പോഴും അതൊരു വലിയ മഹാ സംഭവമായിട്ട് ആളുകൾ കൊണ്ടു നടക്കുന്നു. പിന്നെ സ്മരിക്കുന്നു. പിന്നെ അതിന് വേണ്ടുന്ന ഈ കാര്യങ്ങൾ നേരിട്ട് പ്രവർത്തിക്കുന്നവരും അല്ലാതെ പ്രവർത്തിക്കുന്നവരും, പിന്നെ യൂട്യൂബിലായാലും മീഡിയയിലായാലും വാട്സാപ്പിലായാലും പ്രചരിപ്പിക്കുന്നവരായാലും ഒക്കെ സ്വന്തമായിട്ട് അങ്ങനെ സഹകരിച്ച് പോകുന്നില്ലേ. അതൊക്കെ ഒരു വലിയ നേട്ടമല്ലേ ഒരു കലാകാരനെ സംബന്ധിച്ച്. അപ്പം ഇന്നും അദ്ദേഹത്തെപ്പറ്റി അങ്ങനെ ആളുകൾ ഒരു
ഒരു ബഹുമാനത്തോടെ, ഭക്തി ബഹുമാനം എന്ന് പറയണം, ഭയഭക്തിയല്ല, ഭക്തി ബഹുമാനത്തോടെ സ്മരിക്കുന്നു എന്ന് പറയുന്നത് ഒരു മഹാസംഭവം തന്നെ ഞങ്ങളെയൊക്കെ സംബന്ധിച്ച്. കുട്ടിക്കാലത്ത് ഓർമ്മകളെക്കുറിച്ചൊന്ന് വിശദീകരിക്കും. എൻ്റെ ഒരു 14 വയസ്സ് 15 വയസ്സ് മുതൽ എനിക്ക് ജയനുമായിട്ട് അറിയാം. ജയനെ അടുത്ത പരിചയമുണ്ട്. അന്ന് അദ്ദേഹം എയർഫോഴ്സിലാണ്. ഞങ്ങളൊക്കെ ഒരുവിധം ഓർമ്മയായി വരുന്ന ഞങ്ങളുടെ ചെറു കാലഘട്ടത്തിൽ അത് എയർഫോഴ്സാണ്, അല്ല എയർഫോഴ്സിലാണ്. അങ്ങനെ ഞങ്ങൾ ലീവിന് വരുമ്പോഴാണ് ഞങ്ങൾ ആഹ്ലാദപൂർവ്വം ഞങ്ങൾ ചെല്ലി ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തരികയും ഈ സ്വീറ്റ്സ് അതെങ്ങനെ തുടങ്ങി പലതും ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത പലതും ഞങ്ങൾ കഴിച്ചിട്ടുള്ളത് ബേവണ്ണം വരും ലീവിന് വരുമ്പോഴാണ്. അന്നൊക്കെ ജയനല്ല, അന്നൊക്കെ ബേബിയാണ്. പിന്നെ ജയനെന്ന് പറയുന്ന ഒരു പേര് സിനിമയിൽ വന്നപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങളുടെ വായിൽ എപ്പോഴും ബേവണ്ണെന്നേ വരൂ. നേരിട്ട് വിളിക്കുന്നത് ഞങ്ങൾ ബേവണ്ണെന്നാണ് വിളിക്കുന്നത്. പിന്നെ സിനിമാ ലോകത്ത് സിനിമയിൽ കയറി പേരെടുത്ത് വന്നപ്പോഴത്തേക്ക് സംഭവം തീർന്നു പോയി. അനശ്വര നടൻ മരണപ്പെട്ട് 41 വർഷം എത്തിയിരിക്കുകയാണ്. ഈ 41 വർഷമായപ്പോഴും അദ്ദേഹത്തെ പിന്തുടരുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലുകളിലുമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് എന്താണ് അങ്ങയുടെ അഭിപ്രായം? 41 വർഷമായിട്ടും അതിന് മുമ്പ് വലിയ മഹാനടന്മാർ പലരും ഉണ്ട്. നമുക്ക് അന്നുണ്ടായിരുന്ന പല ഇന്നലെ ഞാൻ ഞങ്ങളുടെ സത്യനോളം അഭിനയിച്ചിട്ടൊന്നുമില്ലല്ലോ ഞാൻ ആപ്പടെ ശരപഞ്ചരത്തിലോ അല്ലെങ്കിൽ അതേപോലുള്ള 2-3 സിനിമയിലെ പേരെടുത്ത് അഭിനയിച്ചിട്ടുള്ളൂ. എന്നാൽ ജയനെ അട്രാക്റ്റ് ചെയ്ത ഒരു ജനസഞ്ചയം അന്നും ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. പിന്നെ അവരിൽ നിന്ന് പകർന്നു കിട്ടിയ ചില ഓർമ്മകൾ, ചില വീഡിയോകൾ, ചില സിനിമ, പിന്നെ ടി വിയിലും മറ്റുള്ളതിനകത്ത് അദ്ദേഹത്തിൻ്റെ സിനിമകൾ, ഇതൊക്കെയാണ് ഇന്നത്തെ തലമുറയെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഇതൊരു മഹാസംഭവമാണ്. അല്ലെങ്കിൽ ഇതൊരു നടന വിസ്മയമായിരുന്നു, ആയി വന്നേനെ, എങ്ങനെ അരുങ്കൊല ചെയ്തില്ലായിരുന്നെങ്കിൽ എന്നുള്ള ഒരു ധാരണ ഞങ്ങൾ ഇന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. അദ്ദേഹത്തിനെ കൊന്നത് തന്നെയാണ്. അത് മറ്റു പലരുടെ നേട്ടത്തിന് വേണ്ടിയും സ്വസ്ഥതയ്ക്ക് വേണ്ടിയും ചെയ്തതാകാം. അത് എങ്ങനെ ഏതാണെന്ന് ഞങ്ങൾക്കറിയത്തില്ല. ഇപ്പോൾ ജയൻ മരിച്ച് അതിന് ശേഷം ഒരു 11 വർഷം വരെ അവിടെയുള്ള ഓലക്കടയിലുള്ള ഇപ്പോഴത്തെ ജയൻ്റെ പ്രതിമ സ്ഥാപിക്കുന്നിടത്ത് ഒരു ചെറിയ ഇതുണ്ട് സ്ഥാപിച്ചിരുന്ന അവിടുത്തെ പിള്ളേർ കൂടി, ജയൻ്റെ ആരാധകരായിട്ടുള്ള പിള്ളേർ, അവിടുത്തെ വായനശാലയിലെ പിള്ളേരും എല്ലാം കൂടെ ചേർന്ന് ചെയ്തതാണ്. ആട്ടോറിക്ഷക്കാർ എല്ലാവരുടെ അത് ചെയ്തതാണ്. അങ്ങനെ ചെയ്ത് ഒരു ഒരു സ്മരണ പുതുക്കി വരുന്ന സമയത്താണ് ഒരു അപശബ്ദം പോലെ ഞാൻ ജയൻ്റെ മകനെന്ന് പറഞ്ഞൊരു വ്യക്തി മാതൃഭൂമി പേപ്പറിൽ കൊടുത്തു. അത് കരുനാഗപ്പള്ളി ഒരു റിപ്പോർട്ടറാണ് റിപ്പോർട്ട് ചെയ്തത്. ഞങ്ങളങ്ങനെ ഞങ്ങൾ 3-4 വാർഡിലുള്ള ആളുകളെല്ലാം കൂടെ സംഘടിച്ച് തന്നെ മാതൃഭൂമി ഓഫീസിൽ ചെന്ന് ചോദിച്ചു, നിങ്ങൾ ഈ ഈ റിപ്പോർട്ട് എങ്ങനെ കൊടുത്തു, ഇതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി? ഞങ്ങളൊക്കെ മാതൃഭൂമിയുടെ വരിക്കാതെ ഞങ്ങൾക്ക് ഇന്ന് മുതൽ മാതൃഭൂമി പേപ്പർ വേണ്ട, ഞങ്ങളെ നിർത്തുന്നു എന്ന് പറഞ്ഞ് അത്രയും പേരുടെയും പേപ്പർ എഴുതി ഞങ്ങൾ പേര് ലിസ്റ്റ് എഴുതി കൊടുത്തിട്ട് പോരുമായിരുന്നു. പിന്നെ 4ൻ്റെ അന്ന് ഞങ്ങളുമായിട്ട് അതിനെ ചർച്ച വെച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ ആ പേപ്പർ കൈകൊണ്ട് തൊടുന്നത്. ഞങ്ങളതുവരെ പേപ്പർ വർജിക്കായിരുന്നു. 10-60-80 കൺസ്യൂമർ പോവല്ലയോ മാതൃഭൂമിക്ക് ഒരുത്തൻ്റെ. അതിന് ആ വാർത്ത വന്നിട്ടുമില്ല. അന്ന് തന്നെ ആ റിപ്പോർട്ടറുടെ വിളിച്ച് റിപ്പോർട്ടർ പറഞ്ഞ് അബദ്ധം പറ്റിപ്പോയി, ഇനി ഞാൻ ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞെന്തായാലും ഇതിന് കാരണം ഒരു അങ്ങേയറ്റത്ത് ചങ്ക് പിളരുന്ന ഒരു റിപ്പോർട്ടായിപ്പോയി. ഞാൻ ജയൻ്റെ മകനെന്നും പറഞ്ഞൊരു ഒരു പന്നച്ചെറുക്കൻ അവിടെ കച്ചേരിക്കുളത്തിൻ്റെ സബ്ജയിലിൻ്റെ അവിടെ കച്ചേരിക്കുളത്തിൻ്റെ അവിടെ താമസിക്കുന്നവനാണ്. അവൻ്റെ തള്ള അവനിത് പറഞ്ഞ് പേപ്പറിൽ ഫോട്ടോ വരുന്നതല്ലാതെ അതിന് മുമ്പ് അവനെ ഓലക്കടയിൽ കണ്ടിട്ടുമില്ല. അവൻ്റെ തള്ള എനിക്കറിയാം. കാരണം അവൻ ഈ അവരുടെ വീട്ടിൽ ജോലിക്ക് നിന്ന് ഈ ബേവണ്ണം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേവണ്ണം വന്നു കഴിഞ്ഞാൽ ബേവണ്ണം ഇവിടെ തങ്ങത്തൊന്നുമില്ല. ബേവണ്ണൻ്റെ അനിയന് അതായത് സോമ്പിള്ളയ്ക്ക് പശുവൊക്കെ ഉണ്ട്. പശുവിനെ കറക്കാൻ അണ്ണാച്ചി ഏർപ്പാട് ചെയ്തിരുന്നു. അപ്പോൾ ആ കറക്കാൻ വരുമ്പോൾ എണ്ണ പാത്രങ്ങളൊക്കെ എടുത്ത് കൊടുക്കാനും ഒക്കെ ഈ വേലക്കാരിയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഞാൻ ജയൻ്റെ മകനെന്ന് പറയുന്ന ആ വ്യക്തിയുടെ തള്ള അന്ന് സ്വല്പം ചെറുപ്പമാണ്.
അവരിങ്ങനെ ഈ കറവക്കാരനോട്ട് ലിങ്കായി. ആ കറവക്കാരൻ്റെ മകനാണ് ഇവൻ. അതാണ് ഞങ്ങൾ തന്നെ തെളിയിച്ചതാണ്. പിന്നെ ഇവർക്ക് 10,000 രൂപ അവരാണ് ഈ കൊടുത്തത്. ഈ ബേവണൻ്റെ അനിയൻ ഈ കറവക്കാരനെ കൊടുത്ത് അവൻ്റെ ഇടപാട് തീർത്ത് അവനെ ഇവിടെ ഒന്നുപോലെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാണ്. പിന്നീട് ഞാൻ ജയൻ്റെ മകനെന്നും പറഞ്ഞ് ഈ പയ്യൻ വരുമ്പോഴാണ് ഇവനെ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പിന്നെ ഞങ്ങൾ അന്വേഷിച്ചിട്ടൊന്നും ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. പിന്നെ അവനെ സംബന്ധിച്ച് അവൻ ഇപ്പോഴും ഞങ്ങളിപ്പോൾ അവനെ ഒന്ന് അന്വേഷിച്ചു എങ്ങനെയായതെന്നൊക്കെ. അപ്പോൾ അവൻ 24 മണിക്കൂറും കഞ്ചാവും കള്ളുമൊക്കെ അടിച്ച് അങ്ങനെ വായിത്ത് വന്ന് വായ്പാട്ടും പാടി നടക്കുന്നൊരു ക്രിയ. അവന് ഒന്നും കൈകാര്യം ചെയ്തിട്ടും കാര്യമില്ല സത്യം പറഞ്ഞു. അങ്ങനെ അത് കളഞ്ഞു ഞങ്ങൾ. പിന്നെ ഏതെങ്കിലും ജയൻ്റെ ഒരു അംശമെങ്കിലും വേണ്ട. ജയൻ്റെ അനിയൻ്റെ മക്കളെ നോക്ക്. ആ മക്കൾ 2 പേരുണ്ട്. ഒരാളൊരു ഈ സിനിമയിലും ടി വിയിലൊക്കെ സീരിയലൊക്കെ അഭിനയിക്കുന്നൊരു പയ്യനുണ്ട്. അല്ലാതെ ആ പയ്യൻ്റെ ചേട്ടൻ കണ്ണന് അവിടെ എറണാകുളത്ത് എന്തോ ബിസിനസ്സുണ്ട്. അവരൊക്കെ കണ്ടു നോക്കെങ്കിൽ ജയൻ്റെ കട്ടുണ്ടോയെന്ന്. അനിയൻ്റെ മക്കളാണ്. അവരാരും പറഞ്ഞിട്ടില്ല. ഈ പിള്ളേരൊക്കെ തന്നെ അങ്ങേരുടെ മരണശേഷം ഉണ്ടായതാണ്. കണ്ണൻ്റെ അനിയനും പിന്നെ ഈ കണ്ണൻ്റെ പെങ്ങളും. എന്നിട്ടും അവർക്ക് ജയൻ്റെ ഒരു രൂപം ഞങ്ങൾ കാണുമ്പോൾ ഞങ്ങൾക്ക് തോന്നും, ഒരു ചെറിയ ഇതുപോലെ തോന്നും. അതാണ് ഞങ്ങളുടെയൊക്കെ ഒരു മാനസികമായിട്ട് ഞങ്ങളുടെയൊക്കെ മനസ്സിൽ നിഴലിച്ച് വരുന്ന ഒരു രൂപം. പിന്നെ നാട്ടുകാർ ഇന്നത്തെ തലമുറ പോലും അങ്ങേര് മരിച്ചതിന് ശേഷം ജനിച്ച തലമുറ പോലും ജയൻ്റെ കാര്യം പറയുന്നിടത്ത് 100 നാവാണ്. പിന്നെ ഇതിനകത്ത് ഇനി കൂടുതൽ പറയാൻ. അവരുടെ മുമ്പിൽ ഞങ്ങൾ എന്തെങ്കിലും തുറന്ന് പറഞ്ഞ് ആരെങ്കിലും പിള്ളേർ എടുത്തിട്ട് കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ എന്തോ അതിനകത്തുള്ള ആ പിള്ളേരെ കഴിഞ്ഞോ വെറും ഞൊട്ടുകൊണ്ട് പോകത്തില്ല. അത്രയൊക്കെ ഉള്ള വെറും ഒരുമാതിരി വൃത്തികെട്ട അവകാശവാദം ഉന്നയിക്കുക. ജയനെ പോലൊരു മഹാഭഗതി വീട്ടുജോലിക്കാരിൽ പ്രാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും കേട്ടുകേഴ്വിയുണ്ടോ? അല്ലെങ്കിൽ അതിനുള്ള സൗന്ദര്യമുണ്ടോ? ഇല്ലെങ്കിൽ അതിനുള്ള ശാരീരിക ലക്ഷണങ്ങളുണ്ടോ ആ സ്ത്രീക്ക്? അവർക്ക് വെറും മിറ്റം തൂക്കാനും പാത്രം കഴുകാനും പശുവിനെ ശുശ്രൂഷിക്കാനുള്ള ആ ഒരു യോഗ്യതയേ ഉള്ളൂ. അവരത് ചെയ്തു. അവരതിൻ്റെ പ്രതിഫലവും വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ബേവണ്ണൻ വന്നാൽ ബേവണ്ണൻ്റെ മുമ്പിൽ പോലും അവരാരും ചെല്ലാൻ ഒക്കത്തില്ല. ബേവണ്ണൻ ലീവിന് വരുമ്പോഴും ഈ സ്ത്രീ അവിടെ ഉണ്ട്. അവിടെ ഇവർക്ക് ബേവണ്ണൻ വരുമ്പം അവിടെ പെണ്ണുങ്ങൾക്കും പ്രവേശനമില്ല. ഇപ്പം ഞങ്ങളുടെയൊക്കെ പെങ്ങന്മാർ വീട്ടിൽ തന്നെ ചെന്നാൽ ഒതുങ്ങി പറഞ്ഞ് വീട്ടിൽ മാറി നിന്നോണം. നേരിട്ട് ചെല്ലാൻ കുഞ്ഞമ്മ സമ്മതിക്കത്തില്ല, വഴക്ക് പറയും. അത്ര ബഹുമാനം ആ ഒരു കൊച്ചിലെ എല്ലാവർക്കും ഞങ്ങളെ ആളുകൾ സമൂലമുണ്ടായിരുന്നു, കുടുംബത്തിൽ പോലും. പിന്നെയാണ് ഒരു വേലക്കാരി ഇങ്ങോട്ട് പ്രാപിക്കാൻ പോയെന്ന് പറയുന്നത്. അത് ആത്മാവിനോട് ചെയ്യുന്ന ജയൻ്റെ ആത്മാവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു മഹാ അപരാധം. ഇത്രയും ലക്ഷോപലക്ഷം അനുഭാവികളും അനുയായികളും ഇന്ന് നിലവിലുണ്ടല്ലോ. അവർ മുമ്പിൽ കാണുന്ന വെറും ഒരു കീടം മാത്രമാണ് ഈ മുരളി എന്ന് പറയുന്നവൻ. അവൻ ആ കറവക്കാരി ഈ വീട്ടുജോലിക്കാരിക്ക് ഞാൻ ഈ ബേവണ്ണൻ്റെ അനിയൻ്റെ പശുക്കളെ കറക്കുന്ന കറവക്കാരിൽ നിന്നുണ്ടായ സന്താനം അവൻ അങ്ങനെ DNA എടുത്ത് പരിശോധിക്കട്ടെ. അവൻ DNA പരിശോധന ചെയ്തുകൊണ്ട് വരട്ടെ ജയൻ്റെ. അതിനിപ്പം വേറെ അവശേഷിച്ച കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഒന്നാമത്. രണ്ടാമത്തെ കാര്യം, അവനെ കൊണ്ട് DNA എടുക്കാൻ പറ്റത്തുമില്ല, എന്നിട്ട് പോയ കാര്യം ശരിയാകത്തുമില്ല. പിന്നെ ആർക്കാ പറയാൻ വയ്യാത്ത? ഞാൻ ജയനോട്ട് ഒരു പാത്രത്തിലെ ചോറുണ്ട്. ജയൻ്റെ മരണശേഷം ജയൻ്റെ വീട്ടിൽ വന്ന നടീനടന്മാരെ കുറിച്ചൊന്ന് വിശദീകരിക്കാം. ഈ അന്ന് പോലെ അവിടെ വന്നത് ഷീലയും പിന്നെ ഈ കുഞ്ചൻ. സിനിമാ ലോകം അന്ന് ഇത്ര ഒത്തൊരുമയുടെ ഒരു യൂണിയനും അസോസിയേഷനും ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ വന്ന് ഏതാനും ചില ആളുകളെ വന്നിട്ടുള്ളൂ സിനിമാ ലോകത്തുള്ള. പ്രേംചന്ദ് തന്നെ വന്നത് 4 മാസം കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്ന്. പക്ഷെ അന്നൊന്നും ഈ അടുപ്പിച്ചൊന്നും അവിടെ ആർക്ക് വന്നു കഴിഞ്ഞാൽ വട്ടം കൂടിക്കളയാൻ തേനീച്ച കൂടുതലാണ് മനുഷ്യൻ കൂടുന്നത് സിനിമാ ലോകത്ത് ആരെങ്കിലും വന്നാൽ. അപ്പോൾ അത് അങ്ങനെയൊക്കെ ഉള്ള സാങ്കേതികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ല, പ്രേംനസീർ സാർ മരണത്തോട് അടുപ്പിച്ച് കൂടെ ഉണ്ടായിരുന്നു, എന്താ അറിയാൻ കഴിഞ്ഞത്? അല്ല, സ്ഥലത്തില്ല. പക്ഷേ മരിക്കുന്ന സമയത്ത് മദ്രാസിലൊരു ലോഡ്ജിലുണ്ട് അവരെല്ലാം. ജയൻ്റെ മരണശേഷം സിനിമാ പ്രവർത്തകർ
അദ്ദേഹത്തിൻ്റെ കുടുംബത്തോട് എടുത്ത നിലപാടുകൾ എന്തായിരുന്നു? ജയൻ്റെ മരണശേഷം എത്രയോ ഒക്കെ കാലം എന്നെ തിയേറ്ററുകളിൽ ഈ 2-3 തവണ ഈ ജയൻ്റെ സിനിമകൾ കാണിച്ചു. 10 പൈസ ജയൻ്റെ തള്ളയ്ക്കും ജയൻ്റെ വീട്ടുകാർക്കും ഈ സിനിമയിലെ പ്രൊഡ്യൂസർമാരോ അല്ലെങ്കിൽ അതേപോലുള്ളവരോ ചെയ്തിട്ടില്ല. കോളിളക്കം പിന്നെ സിനിമയുടെ പിന്നെ ഒരു ചെറിയ അംശം തുക ഷീല വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്തു. അത് എത്രയാണെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാലും സാമാന്യം ശകലം തുക ഉണ്ടത്. അത് എത്രയാണെന്ന് എനിക്കറിയത്തില്ല. കാരണം എൻ്റെ അടുത്തോട്ട് പറഞ്ഞിട്ടില്ല. ഞങ്ങളാരും ആദ്യത്തൊന്നും ചോദിക്കാൻ പറ്റുന്ന ഒരു അവകാശ സ്വാതന്ത്ര്യമൊന്നും അവിടെ ആർക്കും ഇല്ല. അത് ഞങ്ങൾക്ക് പോലും പിന്നെ ഒരു പരിധി വിട്ട് പിന്നെ ബേവണ്ണൻ്റെ മുമ്പിൽ ചെല്ലാനോ ബേവണ്ണ ഉള്ളപ്പം അവിടെ കിടന്ന് ഒച്ചത്തിൽ സംസാരിക്കുന്ന പോലും ആ വീട്ടിൽ അനുവാദമില്ല, സമ്മതിക്കുകയില്ല. കുഞ്ഞമ്മ സമ്മതിക്കത്തില്ല പ്രത്യേകിച്ചും. പിന്നെ അത് കഴിഞ്ഞ് സോമപിള്ളയ്ക്ക് പിന്നെ ഈ ബേബണ്ണൻ്റെ അനിയൻ സോമപിള്ളയ്ക്ക് പിന്നെ സിനിമാക്കാരെന്തോ കൊടുത്തെന്ന് അറിയാൻ വയ്യ. ബേബണ്ണ ജയനെ അഭിനയിച്ച ഒരു പടത്തിൻ്റെയും ഓഹരികളോ മറ്റുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇത് കേൾക്കുന്നവർ ഞങ്ങളിന്നെ കൊണ്ട് കൊടുത്തതെന്ന് പറയട്ടെ, ആരെങ്കിലും പറയട്ടെ. ഞങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നവരാണെന്നല്ലോ ആദ്യം പോലെ. അവിടെ തന്നെ നേരിട്ട് പിന്നെ അങ്ങ് ശ്മശാനത്ത് കൊണ്ടുപോകാനാണ് നോക്കിയത് ബോഡി. അതാണ് ഞങ്ങൾ വഴക്കുണ്ടാക്കിയ ടൗൺ ഹാളിൽ വെച്ച് കരക്കാരായ ഞങ്ങൾക്ക് പിന്നെ സ്വന്തക്കാരും വീട്ടുകാർക്കും കാണാനും ചില കർമ്മങ്ങൾ ചെയ്യാനുണ്ട്. അങ്ങനെ ഗവൺമെൻറ് നേരിട്ട് കൊണ്ടുപോകത്തില്ലെന്ന് പറഞ്ഞ്, ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ പോലീസ്, പിന്നെ അവർ പറഞ്ഞത് ക്രമസമാധാനമാണ്. പക്ഷേ സംഭവം ക്രമസമാധാനമൊക്കെ തകർന്നു എന്നുള്ള കാര്യം ശരി തന്നെ. കാരണം ഞങ്ങളുടെ മതിലൊക്കെ തന്നെ, എൻ്റെ വീടിൻ്റെ മതിലൊക്കെ തന്നെ തവിട് പൊടിയായിപ്പോയി. ആ ഫ്രണ്ടൊക്കെ തള്ളു കാരണം ഇടിച്ച് പൊടിഞ്ഞ് ദൂരെ പോയി. പിന്നെ രണ്ടാമത് കെട്ടിയതാണ്. അപ്പം അത് സംഭവം ശരിയാണ്. പക്ഷേ അത് കഴിഞ്ഞ് അവിടെ ജനങ്ങളെ ഒഴിവാക്കാൻ മലയാളി സഭയെ കൊണ്ടുവച്ചായിരുന്നു സ്കൂളിൽ. മലയാളി മന്ദിരം സ്കൂളിൽ കൊണ്ടുവച്ചു ബോഡി. അവിടുന്ന് ഒരു എടുത്ത് ശ്മശാനത്ത് കൊണ്ടുപോയി. ആ പെട്ടി പോലും പിന്നെ അത് എങ്ങനെ പോയെന്ന് അറിയാൻ വയ്യ. പിന്നെ ശവപ്പെട്ടിക്ക് ഞാനന്ന് ആദ്യമായിട്ടാണ് ശവപ്പെട്ടി കാണുന്നത്. യഥാർത്ഥത്തിൽ ജയൻ്റെ പോസ്റ്റ്മോർട്ടം പോലും ചൊവ്വനേരെ നടത്തിയിട്ടുണ്ടെന്ന് ഞാൻ സംശയമാണ്. കാരണം ഞങ്ങൾ ആ ബോഡി എടുത്ത് പട്ടടയിൽ വെക്കുമ്പം തലയുടെ പുറവശമൊക്കെ തൈലാവോളം പോലെ കലങ്ങിയ പിന്നെ ഇത് കലങ്ങിയ കരിക്ക് പോലെ കിടക്കുക. കുറേ പഞ്ഞി മാത്രമാണ് ഞങ്ങളുടെ കൈ തടയുന്നത്. അതുപോലെ കാലിൻ്റെ പകുതിയില്ല, പാദത്തിൻ്റെ പകുതിയില്ല. ഇത് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ഇതൊക്കെ കൈ കിട്ടുവാണെങ്കിൽ ചേർത്ത് കുത്തിക്കെട്ടണമെന്ന് നിയമമുണ്ട്. അത് ചെയ്തിട്ടില്ല. അങ്ങനെയൊക്കെ തുടങ്ങി ഒരുപാട് ചതുവും വഞ്ചനയും ഉദാസീനതയും ഉപേക്ഷയും അദ്ദേഹത്തിൻ്റെ മൃതശരീരത്തിലോടും ചെയ്ത ആളുകളായിരുന്നു. പക്ഷേ അന്ന് പോലീസുകാരും ഒരുപാട് ബുദ്ധിമുട്ടി ജനങ്ങളെ നിയന്ത്രിക്കാൻ ഒരുപാട്. പിന്നെ അങ്ങനെ പ്രശസ്തന ജനങ്ങളുടെ മനസ്സിൽ അന്നും ഇന്നും ഒന്നുപോലെ നിൽക്കുന്നു എന്നുള്ളതാണ്. അതൊരു മഹാകാര്യം തന്നെയാണ്, ഒരു മഹാജന്മമാണ്. മരണശേഷമായാലും ശരി എത്രയോ നേതാക്കന്മാർ അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മം പിന്നെ ഈ ചിതാഭസ്മം പോലും കിട്ടില്ല. ഒരു പൊടി ചാരം പോലും കിട്ടിയില്ല. ചിതാഭസ്മത്തെന്ന് പറയാൻ ഞങ്ങൾക്ക് ഒരു അസ്ഥി എടുക്കാൻ ഒരു പൊടി ചാരം ആ പൊഴി ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അത്രയ്ക്ക് ആൾക്കാർ വന്ന് വാരിക്കൊണ്ട് പോയതാണ്. പിന്നെ രാത്രിയിലൊക്കെ ശ്മശാനത്തിലെ വാച്ചറ ഒളിച്ച് രാത്രിയിൽ അപഹരിച്ചുകൊണ്ട് പോയതാണ് കൂടുതലും ആളുകൾ. അവർക്കൊക്കെ അത് നല്ല ഒരു ഇതായി ഈ പ്രാണനായിരുന്നു. കൊല്ലത്തെ എത്രയും പ്രശ്നം ഉണ്ടായിട്ടും നമ്മുടെ ആ ജയൻ സാറിനെ അടക്കി ആ ഭാഗം സംരക്ഷിക്കാൻ നമുക്കാർക്കും പറ്റി. അത് പറ്റാത്ത കാര്യം കോർപ്പറേഷൻ നിയമമാണ്. അത് അടക്കിയ ഭാഗത്ത് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നു. അന്നേ ഞങ്ങളങ്ങനെ മുമ്പിട്ടൊന്ന് ചോദിച്ചതുമാണ്. ഈ മാതൃഭൂമി അഭിധി പോയി ഞങ്ങൾ 4-5 വാർഡിലെ ആളുകൾ ഒരുമിച്ച് പോയി ചെന്ന് സംസാരിച്ചതുപോലെ കോർപ്പറേഷനിൽ ഞങ്ങൾ 4-5 വാർഡിലെ കൗൺസിലർമാർ സഹിതം പിന്നെ ചെന്ന് ഒരുമിച്ച് സംസാരിച്ചതാണ്. അപ്പോൾ അവിടെ നിയമമില്ല. അങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ മഹാന്മാർ ഒരുപാട് പേര് വീണ്ടും വരും അവിടെ. എങ്കിലും അതിനേക്കാളിൽ ഈ നമ്മൾ പറയുന്നത് ശരിയാ. നമ്മൾ ഇതുപോലെ വാദിച്ചതുമാണ്. ജയനും അവരുമായിട്ട് രണ്ടല്ലയോ. അത് സംഭവിച്ചത് തന്നെ. ജയനെ സംബന്ധിച്ച് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ കാര്യം, വേറൊരാളിനെ സംബന്ധിച്ച് വേറൊരാൾ പറയുന്നത് നല്ലതല്ല. ഒരു കാര്യം ശരിയാ. അവിടെ പോയിലക്കട വെണ്ട ഗ്രൂപ്പ് അങ്ങനെ തുടങ്ങി ഒരുപാട് ഉന്നതന്മാർ മുതലാളിമാരുണ്ട്, റെഡ്ഡിയാന്മാർ മുതലാളിമാരുണ്ട്, കോടീശ്വരന്മാരാണ്. പിന്നെ അതുപോലെ തന്നെ പിന്നെ പ്രശസ്തരായിട്ടുള്ള രാഷ്ട്രീയക്കാരുണ്ട്. കൊല്ലത്തിന് എത്ര മന്ത്രിമാരുണ്ടായിട്ടുണ്ട്. വേറെ ഈ മെമ്മോറിയൽ ഹോസ്പിറ്റലെന്ന് പറഞ്ഞ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ അങ്ങനെ ആക്കിയതല്ലേ. വേറെ മെമ്മോറിയൽ കെട്ടാൻ അവിടെ ഒന്നും സ്ഥലമില്ല. കോർപ്പറേഷനിൽ അങ്ങനെ സ്മാരകം പണിയാൻ പറ്റത്തില്ല. ഈ
പിന്നെ ഈ ശവക്കല്ലറ അല്ല ഈ അത് ശ്മശാനമാണ്. കവറടക്കുന്നതോ പള്ളിയിൽ പിന്നെ ഇതുപോലെ സ്മാരകം പണിയാനൊന്നും അവിടെ പറ്റത്തില്ല, നിറഞ്ഞു പോകും. പക്ഷേ ഇന്ന് നമ്മൾ ഈ ശ്മശാനങ്ങളിൽ ചെല്ലുമ്പോൾ പലയിടത്തും പലരുടെ ഓർമ്മയ്ക്കായിട്ട് പല അത് എത്ര വർഷത്തിന് മുമ്പ് ഇപ്പോൾ തന്നെ അവിടെ തന്നെ രമണൻ സിനിമയുടെ ചങ്ങമ്പുഴ അതിന് സ്മാരകം അവിടെ പണിഞ്ഞിട്ടുണ്ട്. അത് കോർപ്പറേഷൻ നിരന്തരം പ്രത്യേകം മുളങ്കാടകത്താണോ? അത് മുളങ്കാടകത്തോണ്ടൊക്കെ വെച്ചത്. ശരി. അത് നിരന്തരം അശാന്ത പരിശ്രമം 2 കോർപ്പറേഷൻ കാലാവധിക്കകത്ത് വന്നിട്ടുള്ള കൗൺസിൽ എല്ലാം കൂടെ സമ്മർദ്ദം ചെലുത്തി അന്നിരുന്ന TK ദിവാകരൻ്റെ എങ്ങാണ്ട് ഉത്തരവാണ് അങ്ങനെ കൊടുത്തത്. അദ്ദേഹത്തെ കൊല്ലംകാരനാണ്, മിനിസ്റ്ററായിരുന്നു, RSPയുടെ സമുന്നത നേതാവായിരുന്നു. ശ്രീധരൻ നായർ കഴിഞ്ഞാൽ TK ദിവാകരനാണുള്ളത്. ആ TK ദിവാകരൻ്റെ സ്മാരകം പോലും അവിടെ പണിയാൻ സംഭവിച്ചില്ല. അതിനാണ് അവിടെ എയർ ക്യാമ്പിൻ്റെ അടുത്ത് ഒരു ചെറിയ പാർക്കോല കെട്ടിയത് ഈ TK ദിവാകരന് വേണ്ടി. ശ്മശാനത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇപ്പോഴും പറ്റത്തില്ല. ഞങ്ങൾ നോക്കിയതാണ്. ഒന്നുമില്ലെങ്കിൽ ഞങ്ങളൊരു ശവപ്പെരെങ്കിലും ഈ ദഹന പെരയെങ്കിലും കെട്ടിക്കൊടുക്കാൻ. അങ്ങനെ അത് ശാശ്വതമായിട്ട് സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങളതിന് പ്രത്യേക കമ്മിറ്റി ഉണ്ടാക്കാനൊക്കെ ഇരുന്നതാണ്. അത് നടന്നില്ല സംഭവം. അത് നിയമപരമായിട്ട് പറ്റത്തില്ല എന്ന് തന്നെ തീർത്ത് പറഞ്ഞു. ഞങ്ങൾ സെക്രട്ടേറിയറ്റ് ചെന്നപ്പോഴും അനുഭവമായിരുന്നു. കോർപ്പറേഷനിൽ കയറി ഇറങ്ങിയിട്ട് അവർക്കൊക്കെ താല്പര്യമാണ്. പക്ഷേ ഇപ്പം നമുക്ക് ഈ നിയമം തൽക്കാലം ജയൻ സാറിന് വേണ്ടി മാറ്റാമല്ലോ, മാറ്റി തിരുത്തി മാറ്റണമെങ്കിൽ മുഖ്യമന്ത്രി തന്നെ വിചാരിക്കണം. മുഖ്യമന്ത്രി വിചാരിച്ചെങ്കിൽ മാത്രമേ, അല്ലാതെ ഞാൻ വേറെ ഒരു രക്ഷയും കാണുന്നില്ല. വകുപ്പ് മന്ത്രി വിചാരിച്ചാൽ പോലും അവിടെ ശ്മശാനം കെട്ടാക്കത്തില്ല, അല്ലെ സ്മാരകം കെട്ടാക്കത്തില്ല. പിന്നെ ജില്ലാ പഞ്ചായത്ത് ഒരു ഓഡിറ്റോറിയം ജയൻ്റെ പേരിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി അത് മതി പിന്നെ സ്മാരകമായിട്ടെന്ന് പറയുവാണെങ്കിൽ പിന്നെ അവിടെ കൊണ്ട് തീരും പ്രശ്നം. അങ്ങനെ തുടങ്ങി ഓരോന്നും. പിന്നെ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഓലക്കടവിൽ ജനിച്ച വീട് അവിടെ പൊടി പോലില്ലാതാക്കി ഇപ്പോൾ വാങ്ങിച്ച മുതലാളി. പിന്നെ അത് പിന്നെ അവിടെ വീട്ടിന് മുൻപത്തൊരു റോഡിൻ്റെ സൈഡിനോട് ചേർന്ന് ആ സ്മാരകം അവിടെ പറിച്ച് മാറ്റി വെക്കാൻ പിന്നെ ഒരു ചെറിയ സ്ഥലം ചോദിച്ചതാണ്. ഒരു 5 അടി സ്ക്വയറിലൊരു സ്ഥലം. അത് കിട്ടിയില്ല. അതിനെപ്പറ്റിയുള്ള അത് അപ്പുറത്ത് വന്നിട്ടുമില്ല, പിന്നെ തരത്തില്ല എന്ന് അദ്ദേഹം തീർത്ത് പറഞ്ഞിട്ടുമില്ല. ഇനി ആ ഹോസ്പിറ്റൽ വളർന്നു വരുമ്പോഴത്തേക്കും ഈ പ്രതിമ അവിടെ ഉണ്ടാകുമെന്നുള്ളൊരു സംശയം. അങ്ങനെയൊന്നും ചെയ്യാൻ ഒക്കത്തില്ല എന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള കൊച്ചു പിള്ളേരുണ്ട്, പകർന്ന് കൊടുത്ത് ആ പ്രചോദനം പകർന്ന് കിട്ടിയ പ്രചോദനം 100 കണക്കിന് ചെറുപ്പക്കാരുണ്ട്. അവിടുത്തെ ആട്ടോക്കാർ സമ്മതിക്കത്തില്ലല്ലോ. അവിടുത്തെ ആട്ടോക്കാരും എല്ലാം കൂടെ ചേർന്നാണ് ആ പ്രതിമ അവിടെ നിർത്തി വെച്ചേക്കുന്നത്. അവിടുത്തെ ആട്ടോക്കാർ അന്ന് ഈ ജയൻ്റെ ചെറുപ്രായത്തിൽ പിന്നെ ഈ സർവീസിലുള്ളപ്പം മുതൽ വന്ന് അദ്ദേഹത്തിന് സഹായങ്ങൾ സ്വീകരിച്ച, ഞാൻ നേരത്തെ പറഞ്ഞ ഈ 2 രൂപ 1 രൂപ അല്ല 1 രൂപയില്ല, 2 രൂപ 3 രൂപ 5 രൂപ 10 രൂപ ഇങ്ങനെയുള്ളത് വാങ്ങിച്ചുകൊണ്ട് പോയി ചായ കുടിച്ച് മുറുക്കുകയും ചെയ്തിട്ടുള്ള ആളുകളുടെ മക്കളെ കാര്യമാണ് കാണുന്നത്. ജയൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ബാലൻ ചേട്ടൻ്റെ അഭിപ്രായത്തിൽ എങ്ങനെയായിരിക്കും? ജയന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എങ്കിൽ അമിതാഭ് ബച്ചനെ കണ്ട ഇപ്പോഴും ടി വിയിൽ അഭിനയിച്ചും പരസ്യപ്രചാരണം തന്നെ ആണെങ്കിൽ ടി വിയിലുണ്ടല്ലോ. അതേപോലെ ജനങ്ങളുടെ മനസ്സിൽ കയറിയൊരു നടനാണ്. അപ്പം ഒന്നത്. രണ്ടാമത്തെ കാര്യം മറ്റേ ഈ തമിഴ് സിനിമയിൽ പോലും പിന്നെ ആരാധനകൾ മൂത്ത് വന്നുകൊണ്ടിരുന്ന സമയത്താണ് ഈ അന്ത്യം ഉണ്ടാകുന്നത്. അവിടെ ജനങ്ങളുടെ സമ്മർദ്ദം കാരണമാണ് ആ പിന്നെ ഹെലികോപ്റ്റർ ഓടിച്ച് പിന്നെ പൈലറ്റിനെ പോലീസ് അവിടുന്ന് ബലമായിട്ട് പിടിച്ച് വലിച്ചടിച്ചു കൊണ്ടുപോയത്. ഇല്ലെങ്കിൽ തവിട് പൊടിയാക്കിയ ജനം പിന്നെ ഈ അവിടുന്ന് നടന്മാരെയല്ല. അതുപോലും ഞങ്ങൾ അറിഞ്ഞതാണ്. ഞങ്ങൾ പക്ഷേ കുടുംബക്കൊന്നും പോയില്ല. പിന്നെ അത് അന്നേരം ഞങ്ങൾക്ക് പൊതുവെ സ്തംഭനാവസ്ഥയായിരുന്നു 10-18 ദിവസം. ഒരു കാരണവശാലും ആർക്കൊന്നും പറയാൻ പറ്റില്ല, തങ്ങളിപ്പോലും പറയാൻ പറ്റത്തില്ല. അതാണ് അനുഭവം. അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഒരു അനുഭവമായിട്ട് പറയാനും പറ്റത്തില്ല. കാരണം ഞങ്ങൾ അനുഭവിച്ച് തീർക്കുകയായിരുന്നു. ഞങ്ങളുടെ നാട്, ഞങ്ങളുടെ കുടുംബപരമായിട്ടുള്ള ഒരു വലിയ നഷ്ടം, പിന്നെ ഞങ്ങളുടെ നാട്ടിൻ്റെ നഷ്ടം, ഞങ്ങളുടെ വാർഡിൻ്റെ നഷ്ടം, എന്തൊക്കെയോ ഞങ്ങൾക്ക് അവിടെ പിന്നെ സ്ഥാപനങ്ങളൊക്കെ കിട്ടിപ്പോയിന്, എന്തൊക്കെയോ. അതായത് സമുദായമായിട്ട് പറഞ്ഞെങ്കിൽ ഇപ്പോൾ എന്നെ സുസേന ഒരു കെട്ടിടം വേണമെന്ന് പറഞ്ഞെങ്കിൽ സ്ഥലം വാങ്ങിച്ച് കെട്ടിടം വെച്ച് കൊടുത്തേനെ. വീട് വാങ്ങിച്ച് കഴിയുമ്പം അതൊന്ന് മോഡിഫൈ ചെയ്യുന്നതിന് ഇവിടെ നിന്ന് ആളിനെ കൊണ്ടുപോകണം. അവിടെ ഉള്ള മരുന്നും വേണ്ട, നീയൊക്കെ ഞാൻ മുതൽ വരുന്നുണ്ട് അതിലൂടെ അങ്ങ് വന്നേരം അവിടെ
ബാക്കി കാര്യം നമുക്ക് അവിടെ വെച്ച് നോക്കാം എന്ന് പറഞ്ഞിരുന്നു. എന്നാലും ഞങ്ങൾ ഈ ബാലങ്കനാരായിട്ട് ബന്ധപ്പെടാൻ നോക്കി. ആ 2 ലക്ഷം രൂപയെങ്കിലും തള്ളക്ക് കൊടുക്കാൻ. പക്ഷേ 2 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തതാണ്. രണ്ടാമത് 50,000 രൂപ. എന്തോ എത്ര രൂപയായിരുന്നു അഡ്വാൻസ്? വീടിന് അഡ്വാൻസ് കൊടുത്തത് എത്ര? 2 ലക്ഷം രൂപ 10 ലക്ഷം രൂപയ്ക്കുള്ള വീട്. അന്ന് 10 ലക്ഷം എന്ന് പറയാൻ നല്ല തുകയാണ്. അപ്പം പിന്നെ അതിനനുസരിച്ചുള്ള ഒരു വീട്. പിന്നെ അത് ആരെങ്കിലും ഒത്ത് കിട്ടുകയാണെങ്കിൽ ഇങ്ങനെയില്ലെങ്കിൽ വിളിച്ച് നോക്കിയിട്ട് വിളിച്ച് പറഞ്ഞിട്ടങ്ങ് അഡ്വാൻസ് കൊടുക്കാനാണ് പറയും. ബാലങ്കനാർക്ക് അറിയാലോ ലൊക്കേഷൻ. വെറും പട്ടി ലൊക്കേഷനിൽ പോവുകയില്ലല്ലോ. അപ്പോൾ അങ്ങനെ കൊടുത്തതാണ്. ബാലങ്കനാരെ കൊടുത്തതാണ് ഞങ്ങളുടെ അറിവ്. ജയൻ്റെ മരണത്തോടെ ജയൻ്റെ സ്വത്തുക്കൾ വല്ലതും തിരിച്ചു ലഭിച്ചു? ജയൻ്റെ മരണശേഷം ജയനെ താമസിച്ച ഒരു ഹോട്ടലിൽ ഒരു മുറി അവരപ്പോഴേ സീൽ ചെയ്തു. ഓണർ സീൽ ചെയ്തിട്ട് പിന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന് 25,000 രൂപയും ഒരു പെട്ടിയും കൊടുത്തു. പിന്നെ വസ്ത്രങ്ങളുമൊക്കെ വെച്ചിരുന്ന പെട്ടിയാണ്. 25,000 രൂപയാണ്. അവരങ്ങനെ പുറത്തുനിന്നൊരു അങ്ങനെ സത്യത്തിൽ അങ്ങനെ ഒരു ഔദാര്യ മനോഭാവം കാണിച്ചത് അയാൾ മാത്രമല്ല. സിനിമാ ലോകത്തുനിന്നോ സഹപ്രവർത്തകരിൽ നിന്നോ ഒരു ആനുകൂല്യവും ഈ ജയന് കിട്ടിയിട്ടില്ല. പിന്നെ ഈ പിന്നെ കാറ് തന്നെ സോമ്പിള പോയി എടുത്തുകൊണ്ട് വന്നതാണ്. അവിടെ നിന്ന് കൊണ്ടുവന്നതല്ല. ജയൻ്റെ കാറ് ഫിയറ്റ് കാർ, അന്നത്തെ ഫിയറ്റ് കാറിന് പറഞ്ഞാൽ അത് കണ്ടീഷനായിരുന്നു. വരുമ്പോൾ അവിടുന്ന് പോയി എടുത്തുകൊണ്ട് വന്നത്. ആ കാറിൻ്റെ അവസ്ഥയെക്കുറിച്ച്? കാറിൻ്റെ അവസ്ഥ അത് അങ്ങനെ ഓടിക്കാതിരുന്ന ഈ കാറ് കൊണ്ട് അവിടുത്തെ ചുക്കാച്ചെടുത്ത് വീട്ടിനകത്ത് ഇട്ടിരുന്നു. വീട്ടിൻ്റെ കാർ പോർച്ചിൽ. അപ്പോൾ അത് ഒരു വലിയ കുടുംബമാണ്. അവിടെ ആരും കയറാൻ പറ്റില്ല. അത് അവിടെ കിടന്ന് യഥാർത്ഥത്തിൽ തുരുമ്പ് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയതാണ്. വഴിക്ക് തന്നെ തുരുമ്പെടുത്ത് നയിച്ചെന്ന് വേണം പറയാൻ. ആ കാർ അങ്ങനെ പോയി. പുള്ളിക്കാക്കണ്ട. അത് പിന്നെ ആ കാർ ആക്രി പോയോ? അതോ ആക്രിക്കല്ല, തുരുമ്പെടുത്ത് പോയി എന്നുള്ള അവശിഷ്ടങ്ങളൊന്നുമില്ല. അവശിഷ്ടങ്ങളൊന്നുമില്ല. നമ്മുടെ കൊല്ലം ജില്ലയിലാണോ തമിഴ്നാട്ടിലോ? വർക്ക്ഷോപ്പിലെ കൊല്ലത്ത് കൊല്ലം ജില്ലയിലാണ്. ജയൻ്റെ അമ്മ എൻ്റെ കുഞ്ഞമ്മയാണ്. അവർ അവിടെ യാതൊരു കാരണവശാലും പെണ്ണുങ്ങളെങ്ങനെ അതിക്രമിച്ച് ഓരോ ആണുങ്ങളുടെ മുമ്പിൽ പോയിരുന്ന് പെരുമാറാനോ പ്രവർത്തിക്കാനോ പെണ്ണുങ്ങളോട് ബന്ധപ്പെട്ട് പോകാനോ സമ്മതിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. വളരെ കർശന മനോഭാവം. ആർക്കും അങ്ങനെ കൊടുക്കുന്ന ദേഹശീലവും ഇല്ല. പിന്നെ മര്യാദയായിട്ടുള്ള പിന്നെ കാര്യങ്ങൾ മാത്രമേ ചെയ്യൂ. വീട്ടുകാര്യത്തിനുള്ള ചിലവിനായാൽ പോലും അത് ആ ഒന്നും മുടങ്ങത്തില്ല. പക്ഷെ ധാരാളിത്തം ചെയ്യത്തില്ല. പിന്നെ അതുപോലെ അവരുടെ 2 ആൺമക്കൾ പിന്നെ സ്ത്രീകൾ വന്ന് വശീകരിക്കാനോ ബന്ധപ്പെടാനോ ലൈംഗിക വീഴ്ചയ്ക്കൊന്നും അവിടെ ഒരു സ്ഥലവും ഇല്ല, സമയവുമില്ല. കൊച്ചു വീടും പിന്നെ പറയാന്നുണ്ടെങ്കിൽ ആ വീട് പൊളിച്ച് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള പുരയിടത്തിൽ പിന്നെ എന്തോ ഒരു പിന്നെ അന്നത്തെ സമയത്തെങ്ങാണ്ട് പിന്നെ 2000-3000 സ്ക്വയർ ഫീറ്റിന് ഒരു വീടിന് പ്ലാൻ കെട്ടേണ്ടിരുന്നതാണ് ഇടിവണ്ണ. ആ അവിടെ നിന്ന് വേറെ വലിയ ബംഗ്ലാവായി പോയി. ആ സ്ഥലം വാങ്ങിക്കാനൊന്നും പറ്റിയില്ല. വീട്ടിൽ തൊട്ട് മുൻപിൽ ഇതിനെക്കാട്ടി കൂടുതൽ സ്ഥലം ഉണ്ടായിരുന്നു ആ വീട്. ഇത് പൊളിച്ച് പണിയുമ്പോൾ അമ്മയ്ക്ക് നൊസ്റ്റാൾജിയ, കുഞ്ഞമ്മയ്ക്ക് നൊസ്റ്റാൾജിയ ഇത് പൊളിച്ച് പണിയുമ്പോൾ. അത് വേണ്ടെന്ന് വെച്ചിട്ടാണ്. കാരണം ചിറ്റപ്പനൊക്കെ അവിടെ കിടന്ന് മരിച്ചേലേ. കുഞ്ഞമ്മയ്ക്ക് അവിടെ തന്നെ ആ വീട്ടിൽ തന്നെ കിടന്ന് മരിക്കണമെന്ന് ബേണനോട് പറഞ്ഞതുകൊണ്ട് ബേണൻ ആ വീട് പൊളിക്കാനേ നിന്നില്ല. അല്ലെങ്കിൽ ആ വീട് അന്ന് പൊളിച്ച് അവിടെ നല്ല വീട് വെച്ചേനെ. അങ്ങനെ അപ്പുറത്തെ വീടിൻ്റെ സ്ഥലം നോക്കി തൊട്ട് മുൻവശത്തുള്ള ഒരിടം അത് നോക്കിയാൽ വില പറഞ്ഞ് വെച്ചിരുന്നത്. അപ്പം സിനിമാ നടനല്ലയോ പേരെടുത്തവനല്ലയോ എന്നൊക്കെ വെച്ചിട്ട് അവർ അന്ന് തലക്കൊള്ളാത്ത വിലയാണ് പറഞ്ഞത്. അതാ കൂടുതൽ അങ്ങനെ വാങ്ങിക്കാൻ പറ്റിയില്ലെന്നുള്ളതേ ഉള്ളൂ. ഒരുവിധം വില ഒപ്പിച്ച് കിട്ടിയെങ്കിൽ വാങ്ങിച്ചേനെ. ഈ മുരളി എന്ന് പറയുന്നവനുണ്ടല്ലോ. ഇപ്പോൾ നിങ്ങൾ പറയുന്ന കൊല്ലത്ത് വേറെ ഒരു വ്യക്തി മുരളി, അത് ഞാൻ നേരത്തെ ഒന്നും പറഞ്ഞതാണ്, എങ്കിലും ഒന്നുകൂടെ പറയുക. മുരളി എന്ന് പറയുന്നവൻ പിന്നെ അവൻ ജയൻ്റെ മകൻ എന്ന് പറയുന്നത് മറ്റു പല ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും വെച്ചോണ്ടായിരിക്കാം. അവൻ സിനിമയിലോ അല്ലെങ്കിൽ സിനിമാക്കാർക്ക് ഇഷ്ടമുള്ളവരല്ലേ സിനിമയെ കേട്ടു. സിനിമ പോലെ വായി നോക്കി നടന്ന് കഞ്ചാവ് വലിച്ച് നടക്കുന്നതിനൊക്കെ സിനിമയിൽ എന്തിനാണ് എടുക്കുന്നത്? അല്ലെങ്കിൽ ഇപ്പോൾ എത്രയോ യൂത്ത് ഉള്ള ചെറിയ സിനിമയിലുണ്ട്. എവനെ ഒന്ന് വിളിക്കാത്ത എന്താ? അതൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ ഇവർക്ക് പാഴ് കാര്യങ്ങളാണ്. അതിനൊന്നും മറുപടി തന്നെ അറിയിക്കുന്ന കേസല്ല. അതൊക്കെ പറഞ്ഞ് അതിൻ്റെ കൂടെ അവൻ ഈ ജയനെ പോലൊരു മഹാ വ്യക്തിയുടെ പേര് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഇവൻ്റെ പേരും കൂടെ ഓർമ്മിക്കുക എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. അത് അവനൊരു ക്രെഡിറ്റും കൂടെ. അതൊരു വായി നോക്കിത്തരോ. ഈ അടുത്ത സമയത്ത് ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ഒരു സുഹൃത്ത് ഇവിടെ പത്തനംതിട്ട പിന്നെ
ഉള്ള ഒരു സുഹൃത്താണ്. എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ജയൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അത് ഏതോ യൂട്യൂബോ വാട്സാപ്പോ കണ്ടിട്ടോ മറ്റോ വിളിച്ചേക്കുന്നത്. എൻ്റെ അടുത്ത് പറഞ്ഞ് വരുമ്പോൾ ഇവിടെ വരാം, വീട്ടിൽ വരാൻ കൂടുതൽ വിവരം അറിയാനാ. പിന്നെ എന്നിട്ട് അമേരിക്ക കൊണ്ട് എന്നിട്ട് മലയാളി ഞങ്ങളുടെ അസോസിയേഷനത് പ്രൊഡ്യൂസ് ചെയ്യാനാന്നൊക്കെ പറഞ്ഞത്. എന്ന് പറയുന്നത് പോലെ ഇപ്പോഴും പിന്നെ ആ തലമുറയിൽപ്പെട്ടൊരു വ്യക്തി ജീവിച്ചിരിക്കുന്ന വ്യക്തി ഞാൻ മാത്രമായതുകൊണ്ട് എൻ്റെ അടുത്ത് എല്ലാവരും വരും ഓരോ വിവരങ്ങൾ ചോദിക്കാൻ. എല്ലാവർക്കും ഒന്നേ അറിയേണ്ടതുള്ളൂ, പിന്നെ ജയന് എന്താ ഇങ്ങനെ വേറെ വീട് വെക്കാഞ്ഞ്, അല്ലെങ്കിൽ ജയനെന്താ വീടില്ലാത്തത്, ഇല്ലെങ്കിൽ ജയനിങ്ങനെ കേൾക്കുന്ന ഒരു കാര്യം ഒരു അപയ്ക്കാതെ കേൾക്കുന്നത് ശരിയാണോ എന്നൊക്കെയുള്ള രീതിയിലുള്ള കാര്യങ്ങളേ ഉള്ളൂ ഈ അറിഞ്ഞിട്ട് വരുന്നവർക്ക്. പിന്നെ വരുന്നവരുടെ മനസ്സിനകത്ത് ജയനെന്ന് പറഞ്ഞ ഒരു ആരാധന ഈ ഒരുമാതിരി സ്ഫടികം പോലെ തെളിഞ്ഞതാണ്. അല്ലാത്തടത്ത് നമ്മൾ ജയനെപ്പറ്റി സംസാരിക്കത്ത് പോലുമില്ല. കാരണം വെറുതെ സംസാരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് മരണം വരെ എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ അന്ന് ഞാൻ ജീവിച്ചിരുന്ന പിന്നെ ആളുകൾ ഇദ്ദേഹത്തിനെ കാണാൻ കൂടിയ കൊല്ലം ജില്ലയുടെ ചരിത്രത്തിൽ ഇത്രയും പേര് ഒരുമിച്ച് കൂടിയ ഒരു സ്ഥലം ഒരു കാര്യത്തിനും ഉണ്ടായിട്ടില്ല. മഹാരാഷ്ട്രീയ സമ്മേളനങ്ങളും അതും ഇതുമെല്ലാം അവിടെ നടന്നിട്ടുള്ളതാണ്. പക്ഷേ 3-4 വീടിൻ്റെ മതിലും പോയി, പിന്നെ വീട്ടിനകത്തൊക്കെ ആളുകൾ കയറുക, റോഡ് മൊത്തം ബ്ലോക്കായി. അങ്ങ് മെനാത്തിയങ്കരം വരെയും ഹൈസ്കൂൾ മുക്ക് വരെയും പിന്നെ ഓലക്കട വരെയൊക്കെ ബ്ലോക്കായിപ്പോയി. ഓരോരുത്തരുടെയും വാഹനം പോകാൻ വയ്യാത്തവർ. ഇന്ന് വേറെ രീതിയും അറിയും തിരിഞ്ഞൊക്കെ പോകാൻ ഒരുപാട് വഴികൾ കൊല്ലത്തുണ്ട്, ഒരിടത്ത് ഒരു വഴി ബ്ലോക്കായാൽ. പക്ഷേ അന്നത്തെ സമയത്ത് വിപുലീകരണമില്ല. അന്ന് ഈ മൊത്തം ബ്ലോക്കായി പോയി എന്നുള്ളതാണ്. മലയാളി സഭയിൽ ആ ബോഡി എടുത്ത് ശ്മശാനത്ത് കൊണ്ടുപോയതിന് ശേഷമാണ് പിന്നെ ഈ താലുക്കച്ചിരി മുക്ക് മുതൽ മുളങ്കാടകം വരെയുള്ള ആ വണ്ടിയുടെ സുഗമമായ ഒരു പോക്ക് നടന്നത്, യാത്രാ സൗകര്യം പറ്റിയത്. അതൊക്കെ പോലെ അനുഭവിച്ചവർക്കൊക്കെ സത്യം പറഞ്ഞാൽ അന്നെങ്ങാനും അതിന് ശേഷവും ഇപ്പോഴും ജയൻ്റെ 4 പേര് കൂടുന്നിടത്തുനിന്ന് ഞാൻ ജയൻ്റെ മകനാണെന്ന് ഈ മകനെന്ന് അവകാശപ്പെടുന്ന വ്യക്തി പറയത്തില്ല. പറഞ്ഞാൽ പിന്നെ അവൻ്റെ തവിട് പൊടിയായി അവരെടുത്ത് അവനെ പൊതിക്കും, പൊതിച്ച് നശിപ്പിച്ച് കളയും. ജയൻ മരണപ്പെട്ട ശേഷം ജയൻ്റെ വീട്ടിലുള്ള അനുഭവങ്ങൾ, അതുപോലെ ജയൻ്റെ സമ്പത്തുകളെക്കുറിച്ചും. ജയൻ പോയതിന് ശേഷം ഞങ്ങളുടെ അനുഭവം എന്ന് പറയുന്നത് പിന്നെ എല്ലാവരും കൂടും വീട്ടിൽ, തങ്ങളിൽ സംസാരിക്കത്തില്ല. ആർക്കും ഒന്നും സംസാരിക്കാൻ പറ്റത്തില്ല, ആരുടെയും വായിലൊന്നും ഇല്ല, വിഷയങ്ങളില്ല. പിന്നെ കാപ്പി വേണമെങ്കിൽ അടുക്കളയിൽ പറഞ്ഞാൽ കാപ്പി കൊണ്ടുതരും. പിന്നെ നമ്മളെന്തെങ്കിലും കഴിക്കാനാണെങ്കിൽ ഡൈനിങ് റൂമിൽ ചെന്നിരുന്നിട്ട് ആഹാരം വേണമെന്ന് പറഞ്ഞാൽ അവിടെ അന്നേരമുള്ള തരും. അതല്ലാതെ വേണമെന്ന് ചോദിച്ച് സൽക്കരിക്കാനോ തരാനോ ആദരിക്കാനോ ഒന്നും അവിടെ ആരും മനസ്സുമില്ല, ആരും ചെയ്യുകയില്ല, ആരോട്ട് ആഗ്രഹിക്കത്തുമില്ല, അതിന് ആർക്കും താല്പര്യമില്ല. കാരണം ജയൻ്റെ അവസാനത്തോടുകൂടി ഈ അന്ന് കൂടിയവരുടെ ആയാലും അന്നുള്ളവരുടെ ആയാലും ഒരവസാനം കൂടെ അതിനകത്തുണ്ട്. ആ നാട്ടിലുള്ളവരുടെയും മറ്റുള്ളവരുടെയും ആ നാട്ടിൽ നഷ്ടപ്പെട്ട അവസ്ഥകളും ജയിലിൽ നിന്ന് കിട്ടാകാവുന്ന ഒരു കൊല്ലത്തിനൊരു സംരക്ഷണം ഈ പല രീതിയിൽ, വായനശാല, അതുപോലെ തന്നെ ഈ പിന്നെ ബിസിനസ് സ്ഥാപനങ്ങൾ, അങ്ങനെ തുടങ്ങി പലതും ഉണ്ട് അതിനകത്ത് കാര്യങ്ങൾ. അതൊക്കെ ഇപ്പോൾ പറയുമ്പോൾ വെറുതെ സമയം വേസ്റ്റായി പോകും. ഒരുപാട് പ്ലാനും പദ്ധതിയുള്ള വ്യക്തിയായിരുന്നു. താലൂക്കച്ചിരി മുക്കിൽ വലിയ പിന്നെ തയ്യക്കട നടത്തിയിട്ട് സിനിമ മേഖലയിലുള്ളവരെ തയ്യൽ മൊത്തം അവിടെ ആക്കാൻ ഒരു ഏർപ്പാട് ചെയ്തുകൊണ്ട് വന്നതാണ്. അവിടുത്തെ തങ്കമ്പിള്ള എന്നൊരു ഡെന്റിസ്റ്റ് ഉണ്ടായിരുന്നു താലൂക്കച്ചിരി മുക്ക്. അങ്ങേരുടെ അവിടെ വന്നത് അങ്ങേരോട്ട് സംസാരിച്ച് അന്നേരം ഞാനുണ്ട്. തങ്കമ്പിളച്ചേട്ട ഈ വീട് ഈ കടയൊക്കെ കൊടുക്കാൻ പോകുമ്പോൾ എന്നെ ഒന്ന് അറിയിക്കണം, എന്നെ അറിയിക്കാതെ വേറെ ആരും പറയരുത്, എന്നെ അറിയിച്ചാൽ മതി, നമുക്ക് നമ്മൾ ഡീലിങ്സ് നടത്താം എന്ന് പറഞ്ഞ് എന്നെ അതിന് പറഞ്ഞ് ചുമതലപ്പെടുത്തിയിട്ട് പോയതാണ്. അത് നോക്കിക്കോണം, നമ്മളറിയാതെ ഒരു കാശ് കിട്ടിയാൽ കൊടുക്കും എന്ന് പറഞ്ഞു. അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ എത്ര പേർക്ക് ജീവിതമാർഗ്ഗമാണെന്നറിയോ. പിന്നെ അന്ന് തന്നെ ഇപ്പോൾ ഞങ്ങൾ തമിഴ്നാട്ടിൽ വീട് വാങ്ങിച്ചിരുന്നു. ഞാൻ കൊല്ലത്തുനിന്ന് ആശാരിയും മറ്റ് മേശരിമാരെയും കൂൽപ്പണിക്കാരെയും എല്ലാവരെയും കൂടെ 10-40 എണ്ണമായിട്ട് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പം അതിൻ്റെ ചിലവൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ 40 പേർക്ക് ആ നാട്ടിൽ പിന്നെ ഇതുണ്ട്. അതേപോലെ ഓരോരോ ഞാനും ജയൻ്റെ വീട് പണിയാൻ വന്നതിന് അത് ഞാനും ഉണ്ടെന്ന് അവർക്ക് പറഞ്ഞുകൊണ്ട്
അല്ല അന്ന് വാങ്ങിയോ വീട്? വാങ്ങിയില്ല വാങ്ങിയില്ല. വാങ്ങാൻ ചുമതലപ്പെടുത്തിയിരുന്നത് ബാലങ്കൻ നായരെയാണ്. അല്ല വേറെ ആരെയും അങ്ങനെ ചുമതലപ്പെടുത്തിയില്ല. ഞങ്ങൾ അങ്ങനെ ബാലങ്കൻ നായരെ വീട്ടിൽ വരെ 2 തവണ ചെന്നപ്പം കണ്ടില്ല, അവിടെ ഇല്ലായിരുന്നു. പിന്നെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഏർപ്പാട് ചെയ്തിരുന്നു ഉണ്ടെന്ന് അറിയിക്കണേന്ന്. അങ്ങനെ അറിയിച്ചപ്പോൾ ടെലഗ്രാം അറിയിച്ച് അങ്ങനെ ഞങ്ങൾ അവിടുത്തെ അങ്ങനെ കണ്ട് ഞങ്ങൾ ചോദിച്ചു, ചേട്ടാ ഞങ്ങളിങ്ങനെ ജയൻ്റെ ഇന്നാരൊക്കെ വന്നിരിക്കുന്നു, ഞങ്ങൾക്ക് ഇതൊന്നും അറിയണം. പിന്നെ ഞങ്ങൾ 5 പേരാണ് പോയെന്ന്. പിന്നെ ഞങ്ങൾക്കൊന്ന് അറിയണം അതെങ്ങനെ ഏതാന്ന്. നിങ്ങൾ എൻ്റെ അടുത്ത് അതിനെപ്പറ്റി ഒന്നും ചോദിക്കരുത്, കാരണം ഞാനും നിങ്ങളെക്കാട്ടി കൂടുതൽ സങ്കടപ്പെടുന്നൊരു വ്യക്തിയാണ്. ഞാനും ഒരു ഈ മൊത്തത്തിൽ വലിയ വികാരത്തിൽ പറയാമെങ്കിൽ ഞാനും ഒരു നായരാ, അയാളും ജയനും ഒരു നായരാ. അങ്ങനെ പോലും എനിക്ക് ഞങ്ങൾ ചിന്തിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ വീട് വാങ്ങിക്കാൻ അങ്ങേര് പറയാൻ ഞങ്ങൾ അറിഞ്ഞത് അങ്ങേരെ ചുമതലപ്പെടുത്തിയിരുന്നു വീട് വാങ്ങിക്കാൻ, അനുയോജ്യമായ സ്ഥലം വീട് വാങ്ങിക്കാൻ ചുമതലപ്പെടുത്തിയത്. 10-15 ലക്ഷം രൂപയ്ക്കകത്തുള്ളൊരു വീട്. ഇതൊക്കെ സമ്പാദ്യമായിട്ട് തമിഴ്നാട്ടിൽ ഉള്ളതാണ്, അതൊക്കെ ഇങ്ങോട്ട് കിട്ടേണ്ടതാണ്. അതൊന്നും കിട്ടിയിട്ടില്ല. ബാങ്കിലെങ്ങാണ്ട് ചില്ലറ നക്കാപ്പിച്ചെങ്ങാണ്ടേ ഉള്ളായിരുന്നു. നിങ്ങളൊക്കെ ജയനെക്കാട്ടി 10-30 വർഷം പ്രായക്കുറവ്, എന്നെക്കാട്ടി ഉണ്ടെന്ന് 6-7 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഭീമണ്ണന് ഞാനുമായിട്ട്. ഭീമണ്ണൻ മൂത്ത ഞാനുള്ളതുമാണ്. പിന്നെ അപ്പോൾ നിങ്ങളുടെയൊക്കെ പ്രായം വെച്ച് നോക്കുമ്പം നിങ്ങളൊക്കെ ഈ പ്രായത്തിലും പിന്നെ നിങ്ങളെപ്പോലെ നല്ല ഇത് എത്രാമത്തെയാണ് അറിയോ ഇത്. പിന്നെ ഈ വീഡിയോ ഈ ഇതേപോലെ ലോക്കൽ ഇൻ്റർവ്യൂകൾ എത്രയോ ആയിട്ടാണോ അറിയോ. പല ചാനലുകാരും വരും, പല പ്രൈവറ്റ് ഈ യൂട്യൂബുള്ളവരോ ഇവരൊക്കെ വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പല തവണയായിട്ട് പറഞ്ഞിപ്പം ഇത് പഴയ സങ്കടങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ ഓർമ്മിച്ച് വരും ചിലപ്പോൾ രാത്രി ആകുമ്പം. അതുപോലെ നമുക്ക് വീട്ടിൽ കഴിയാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് പിന്നെ കൂടുതലൊന്നും പറയാതെ. പിന്നെ ആ ഒരു നഷ്ടം മൊത്തത്തിൽ ഇപ്പോഴത് ആലോചിക്കുമ്പോൾ ഒരു നഷ്ടമാണ് പൊതുവെ. ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞ ആ ഹോസ്പിറ്റലുകാർ കാണിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ഇദ്ദേഹത്തിനെ എടുത്ത് ആശുപത്രി കൊണ്ടുപോയപ്പം അപകട സ്ഥലത്തുണ്ടായിരുന്ന ആളുകൾ ചെയ്യാവുന്ന സഹായങ്ങൾ പോലും ആ ബോഡിയോട് ചെയ്തില്ല. ഇങ്ങനെ ഡൂപ്പില്ലാതെ തന്നെ ഒറ്റയ്ക്ക് പിന്നെ സിനിമ പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള താല്പര്യത്തിന് അത് ആത്മാർത്ഥമായിട്ട് കൈകാര്യം ചെയ്തപ്പം ആ സാഹസ ബുദ്ധികളൊക്കെ എന്ന് പറഞ്ഞാൽ വേറൊരുത്തിനെ പ്രകടിപ്പിക്കാൻ പറ്റും. ഇന്ന് ആരെങ്കിലും പറയട്ടെ, ഒരാളും ചെയ്ത് കാണിക്കട്ടെ. ഒരു മതിൽ ചാടാൻ പറഞ്ഞാൽ ചാടത്തില്ലല്ലോ.